പി.സി. ജോർജ് ശരിക്കും പെട്ടുപോവുകയാണ്. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന് മുൻകൂർ ജാമ്യം ഇല്ല. ഈരാറ്റുപേട്ട പോലീസ് എടുത്ത കേസിൽ പി.സി. ജോർജിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയാക്കിയത്. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിദ്വേഷജനകമായ പരാമർശം നടത്തിയത് അബദ്ധത്തിൽ പറ്റിപ്പോയ പിഴവായിരുന്നു എന്ന് പി.സി. ജോർജ് വാദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അത് കോടതിക്ക് മനസ്സിലായി. ഈ പി.സി. ജോർജിന്റെ തട്ടിപ്പെല്ലാം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരാമർശത്തിൽ കോടതി കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തി. പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കാറില്ല പി.സി. ജോർജ്. പുലഭ്യം പറഞ്ഞതുകൊണ്ടുള്ള ശിക്ഷ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കിട്ടിത്തുടങ്ങിയത്. തികഞ്ഞ മതേതരവാദിയായിരുന്ന പി.സി. ജോർജ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു വർഗീയവാദിയായത് എന്ന് മനസ്സിലാകുന്നില്ല. ശരിക്കും ബി.ജെ.പി. ബാന്ധവമാണ് അദ്ദേഹത്തെ ഇങ്ങനൊരു വേഷം കെട്ടിച്ചത് എന്ന് പറയേണ്ടി വരും. ചാനൽ ചർച്ചയ്ക്കിടെ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി കേരളത്തിൽ വലിയൊരു സന്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ നൽകിയ ഇങ്ങനെയുള്ളൊരു സന്ദേശം അത് കേരളത്തിലെ മറ്റുള്ളവർക്കും ബാധകമാകും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ പി.സി. ജോർജ് കോടതി ഏർപ്പെടുത്തിയ ജാമ്യവ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കരുത് എന്നടക്കം മുൻപ് ജാമ്യം നൽകിയപ്പോൾ ചുമത്തിയ വ്യവസ്ഥകളുടെ ലംഘനമാണ് പി.സി. ജോർജ് നടത്തിയിരിക്കുന്നത് എന്ന് കേസിന്റെ വാദത്തിനിടെ കോടതി ചൂണ്ടിക്കാട്ടി. പി.സി. ജോർജിനെ പോലുള്ള ദശകങ്ങളായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇത്തരത്തിൽ പെരുമാറിയാൽ തങ്ങൾക്കും ഇത്തരത്തിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കാമെന്ന് മറ്റുള്ളവരെ ധരിക്കില്ലേ എന്നും കോടതി ആരാഞ്ഞിരിക്കുന്നു. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം അബദ്ധത്തിൽ പറഞ്ഞുപോയതാണ് എന്നായിരുന്നു പി.സി. ജോർജിന്റെ അഭിഭാഷകന്റെ വാദമെങ്കിലും അതൊന്നും കേൾക്കാൻ കോടതി തയ്യാറായില്ല. അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞെന്നും അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ജാമ്യ ഉത്തരവ് ലംഘിച്ചിട്ടില്ലെന്നും പ്രസ്താവനയോ പ്രസംഗമോ നടത്തരുത് എന്നായിരുന്നു മുൻ ഉത്തരവിൽ ഉണ്ടായിരുന്നതെന്നും അഭിഭാഷകൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ സംഭവിച്ചത് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ പ്രകോപിതനായപ്പോൾ അബദ്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് എന്ന് പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നായിരുന്നു അദ്ദേഹം വാദിച്ചത്. എന്നാൽ പി.സി. ജോർജ് തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവ് ലംഘിച്ചതിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2022 ഹൈക്കോടതി മറ്റൊരു വിവാദമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുത് എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു. കോടതി അതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടത്. കോടതി ഉത്തരവുകൾ ലംഘിച്ചാലും പ്രശ്നമില്ല എന്ന തരത്തിലാണ് പി.സി. ജോർജ് പെരുമാറുന്നത് എന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നു. പി.സി. ജോർജ് നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവന മുഴുവനായി കോടതി കേൾക്കുകയും ചെയ്തിരുന്നു. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചത് ഗൗരവപ്പെട്ട കാര്യം തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ജാമ്യവ്യവസ്ഥ ഒക്കെ ലംഘിക്കാം, കോടതി ഒന്നും ചെയ്യില്ല എന്നല്ലേ പി.സി. ജോർജിനെ കാണുന്ന ജനങ്ങൾക്ക് തോന്നൂ. അവരും നാളെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ എന്താകും സ്ഥിതിയെന്ന് കോടതി ചോദിച്ചു. മതവിദ്വേഷമുണ്ടാക്കുന്ന കേസുകളിൽ പിഴ കൊണ്ട് മാത്രം പ്രതികളിൽ രക്ഷപ്പെടാതെ ജയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നും കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ വിധി പറയാൻ മാറ്റിവെച്ച കേസിൽ കോടതി ഉത്തരവിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ പി.സി. ജോർജ് കേരളത്തിൻ്റെ മതവിദ്വേഷത്തിന് വലിയൊരു ആക്കം കൂട്ടുന്ന തരത്തിൽ പല പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് പി.സി. ജോർജിനെ പോലുള്ള ഒരു നേതാവിനെ കൊണ്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല വിധിയാണ് കോടതിയിൽ നിന്നും കേരളം കാണാൻ ആഗ്രഹിക്കുന്നത്.